കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്നും മാറിയതിനു ശേഷം ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതായിരുന്നു NCP. സോണിയാഗാന്ധി നേതൃസ്ഥാനത്തെത്തിയത് എതിർത്ത് നിന്ന നേതാവായിരുന്നു ശരത് പവാർ. അതോടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് NCP പാർട്ടി രൂപീകരിച്ചു. എന്നാൽ NCP രണ്ടായി പിളരുകയും തന്റെ പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുകയും ചെയ്തതോടെ ശരത് പവാർ പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസുമായുള്ള ലയന സൂചന നൽകിയിരിക്കുകയാണ് NCP സ്ഥാപകൻ ശരത് പവാർ. വരുന്ന 2 വർഷത്തിനുള്ളിൽ ഏതാനും പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായി കൂടുതൽ അടുക്കുമെന്നും അതിൽ ചിലത് ലയിച്ചേക്കുമെന്നും പവാർ പ്രതികരിച്ചതാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. ഇന്ത്യൻ എക്സ്പ്രസിനോടായിരുന്നു പവാറിന്റെ പ്രതികരണം. നിരീക്ഷണം തന്റെ പാർട്ടിക്കും ബാധകമാണോ എന്ന ചോദ്യത്തോട് തങ്ങളും കോൺഗ്രസുമായും വലിയ വ്യത്യാസമില്ലെന്നും പ്രത്യയശാസ്ത്രപരമായി ഗാന്ധി നെഹ്റു ചിന്താധാരയ്ക്ക് ഒപ്പമാണെന്നുമായിരുന്നു ശരത് പവാറിന്റെ പ്രതികരണം. ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, സഹപ്രവർത്തകരുമായി ആലോചിക്കാതെ ഒന്നും പറയാൻ സാധിക്കില്ല. പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ കോൺഗ്രസുമായി വളരെ അടുത്തു നിൽക്കുന്നു. അടുത്ത നടപടിയെക്കുറിച്ചുള്ള ഏത് തീരുമാനവും കൂട്ടായാണ് എടുക്കുക. മോദിയുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാന കാഴ്ചപ്പാടുള്ള പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഉദ്ധവ് താക്കറെയ്ക്കും അനുകൂലമായ നിലപാടാണുള്ളത്. അദ്ദേഹത്തിന്റെ നിലപാടും തങ്ങളുടേതിന് സമാനമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഭരണത്തിലുള്ള പാർട്ടിക്കെതിരെ അടിയൊഴുക്കുണ്ട്. UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥയെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ വികാരം മോദിക്കെതിരാണ്. ശരിയായ ദിശയിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ആദർശമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. 1977 മൊറാർജി ദേശായിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഇന്ന് രാഹുൽ ഗാന്ധിക്കുണ്ട്. സമാന കാഴ്ചപ്പാടുള്ള പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടെന്നും പവാർ പറഞ്ഞു. പവാർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും NCP മാതൃപാർട്ടിയിൽ ലയിപ്പിച്ചേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അത് തള്ളി അന്ന് മകളും പാർട്ടി നേതാവുമായ സുപ്രിയ സുലെ രംഗത്തെത്തിയിരുന്നു. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയടക്കം മുതിർന്ന നേതാക്കൾ പവാറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ പടർന്നത്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടിയുയർത്തി കോൺഗ്രസ് വിട്ട ശരത് പവാർ താരിഖ് അൻവറിനും PA സാങ്മയ്ക്കുമൊപ്പം NCP രൂപവൽക്കരിക്കുകയായിരുന്നു. താരിഖ് അൻവറും സാങ്മയും പിന്നീട് വിട്ടുപോയെങ്കിലും മഹാരാഷ്ട്രയിൽ നിർണായക ശക്തിയായി NCP തുടർന്നു. എന്നാൽ പാർട്ടി പിളർത്തി അനന്തരവൻ മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിനൊപ്പം ചേർന്നതിനു പുറമെ ചിഹ്നവും പേരും നഷ്ടമായതും തിരിച്ചടിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ ക്ലോക്ക് ചിഹ്നമില്ലാതെ മകൾ സുപ്രിയയെ മത്സരത്തിനിറക്കേണ്ടി വന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു.